ഇസ്ഹാക്കിന്റെ റിബേക്കയുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ നീതിയാകുന്ന മോതിരങ്ങളോട് ദൈവം നിങ്ങളെ പൂർണ്ണരാക്കട്ടെ. മണവാളനെ ദൈവീക രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ ദൈവം അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് നിങ്ങൾ അലങ്കരിക്കപ്പെടട്ടെ. നിങ്ങളുടെ ഈ ബന്ധവും ചർച്ചയും ദൈവത്തിൻ്റെ പ്രീതിക്കും നിങ്ങളുടെ യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സമ്മതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ നിങ്ങൾ നീക്കിക്കളകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാത്മയോടെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യണം. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് നിങ്ങൾ അലങ്കരിക്കപ്പെടട്ടെ. സുരഭിലങ്ങളായ വൃത്തങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നയിക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് സമ്മതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സൂയാലിപ്പായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന സർവ്വദുഷ്പ്രവൃത്തികളിൽ ദൈവം നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നദ്ധിയും നല്ല കാലുകൾ അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങൾ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവയോട് മഹിമയുടെയും ഭാരം നൽകുന്ന ബലഹീനന ഭാവികളോട് ദാസരമാകുന്ന നിങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സപ്രവർത്തികളാകുന്ന സമ്പാദ്യങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. അങ്ങനെയുള്ള ബന്ധത്തിലെ കാലവും നേരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിലെന്നും സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും പ്രബോധനമേ. ഈ വീടിൻ്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. Yeah.
ദൈവത്താൽ നീതീകരിക്കപ്പെട്ടായി സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയ വിശ്വാസികളെ, നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി ദൈവം പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമായിരുന്നു. അവൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സർവ്വ സൈന്യങ്ങളിൽ നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെറിയപ്പെടുമാറാകണമേ. ദൈവമായ അനശ്വരമായ നിന്റെ മടിവില്ലാത്ത മണമറയ്ക്കും ഞങ്ങളെ യുദ്ധത്തിലും അവരുടെ മധ്യത്തിലും നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും കൊടുത്ത പിതാവിനും വിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും നിരേക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. കർത്താവേ, പരസ്പരം യുവനന്ദയ്ക്ക് സ്തുതി പാടുകയും നിന്റെ സന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമാറാകണമേ. Amen.
ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആയിരുന്നവനും ഇപ്പോഴുള്ളവനും നിലനിൽക്കുന്നതുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ ചുറ്റും നിന്നുകൊണ്ട് അവിടത്തേക്ക് ആരാധന അണയ്ക്കുന്ന അനാഥന്റെ വചനവും തന്റെ വിപുലമായ കരുണനിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവം തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ ഒരുക്കുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനിക്കുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടതും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നതിനുമായി കർത്താവിന് സ്തുതി. അവിടുത്തെ നാസ്രയുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല തിരുനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ഇഷ്ടമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്നുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപമായ നിന്റെ ദയാലും ചെയ്യുന്നു. ആവശ്യമുള്ളവാദം തന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവെ, എല്ലാ ദേശങ്ങളിലും നിന്റെ കരുണയുടെ നടുവിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നാഥാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ തിരിക്കുവാനൊക്കെ നിന്റെ ന്യായപ്രമാണ മാർക്കറ്റുകളെ നഗരങ്ങളിൽ കൽപ്പരരും ആത്മശരീരങ്ങൾ പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭം ണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ഇഷ്ടമേ കൊടുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യ പ്രീതിയുള്ളതുമാകുന്നുവല്ലോ. നിന്റെ പിതാവിനും പരിശുദ്ധമായും സ്തുതിയും സ്തോത്രവും ഗ്രഹിക്കുന്നു. സഭയോഗം തന്നെ മൂന്ന്
ചുറ്റുന്നു വഞ്ചകരാം ദുഷ്ടാത്മാവിൻ മുള്ളിൽ പോകേടാവെന്തി ചവയാ നന്നോയും മൂന്നും കോട്ടകളിലയിൽ സ്ഥലമില്ലിവ പാർത്താൻ താതസുധാമലറുമായ മഹിമയും മണവാട്ടി സമം മറിമേവും ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മറിയോറാഹേ മാർക്കുമോ കൊത്തിനെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ ദാസനെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത്തുകൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ വിരുന്നിന്റെ വലതുഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും വരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓ ശോഭകുലസുബാലമീൻ പാർക്കുമോ വേറൊരുവൻ മാതൂതൻ താനേക്കും സഭയും ശാപം പലതരമുപദേശങ്ങളോ ആടിമുളച്ചു സർവദാസർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കും. എന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായി കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാത്തിന്റെ സഭയെ സ്നേഹിക്കുകയും അവിടെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ ശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവിടെ കറിയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളകരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടിയതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘാസോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. നടക്കത്തോടും ഭയത്തോടും മുടക്കത്തോടും നമ്മുടെ ഭാഗ്യമായിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവായ
ദൈവത്തിന്റെ ജീവനവചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങളെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും സുവിശേഷിക്കുന്ന മത്തായി ശ്ലീഹായ എഴുതിയ നമ്മുടെ കർത്താവായ യേശുശ്ലീഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ നിന്ന് ദൈവമാതാവായ വിശുദ്ധ മറിയാമിൽ നിന്ന് ജഡധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുശ്ലീഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ഇപ്പോൾ പരീക്ഷിക്കുന്നതിനായി പരീക്ഷന്മാരിൽ ചിലർ അടുത്തിയെന്ന് ഏതെങ്കിലും ഒരു കാരണം മൂലം ഒരുവന് തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹമോ ഉത്തരവായി ആദിയിൽ സൃഷ്ടാവ് പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും അതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരുകയും അവർ ഇരുവരും ഒന്നായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ഇവർ രണ്ടല്ല ഒന്ന് തന്നെയാകുന്നു. ദൈവം സത്യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചന പത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കുവാൻ മോശത അനുവദിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. മോശയോ നിങ്ങളുടെ ഹൃദയ കാഠിന്യം മൂലം ഭാര്യമാരെ ഉപേക്ഷിക്കുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. മണവാളനും മണവാള
വനിയുടയോൻ കൈയാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയ ഹാസ്യോ അണിയിക്കും മകുടം രമ്യ. സ്വർഗീയ മണവാളനായ മശീഹ യഥാർത്ഥമായ തന്റെ മണവാളത്വമാണ് തന്റെ മണവാളത്തിൻ്റെ മശീഹ തന്റെ സത്യതയോടെ അന്യോന്യം സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് ദൈവം സന്നദ്ധയാക്കട്ടെ. കരുണയുള്ള ദൈവിക വരം ചെയ്യുമെന്ന് ആവശ്യിച്ചു എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളണം. സമാധാന രൂപത്തിലുള്ളവർക്കൂടെ ഇരുന്ന് വൈശാഖികമായ സകല പ്രവർത്തനങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കണം. മരണകരമായ അസൂയയിൽ നിന്നാണ് നിങ്ങളെ കാത്തുകൊള്ളണം. നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളെല്ലാ സമൂഹങ്ങളെയും ദൈവം ചെയ്യും. യാക്കോബ് യോസേഫിന്റെ സന്തോഷപ്രകാരം സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാണ്. ദൈവം നോക്കിന്റെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹവും യോസിക്കുക. ദൈവം അബ്രാഹാമിന് യാക്കോബിന് നൽകിയ അനുഗ്രഹവും യോസിക്കുക. സ്വർഗ്ഗത്തിൽ നിന്ന് സർവ്വ അനുഗ്രഹങ്ങളും ഭൂമിയിൽ പ്രവർത്തിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാണ്. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബായ യോസേഫിന് നൽകിയ അനുഗ്രഹവും നിങ്ങൾ വസിക്കുക. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിൽ ഇന്ന് ബലഹീനമായ കരകളിലൊക്കെ ശരീരങ്ങളിലും വന്ന് വസിക്കുന്നതാണ്. കർത്താവിന്റെ നാമം നിങ്ങളുടെ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതിയും സന്തോഷിച്ച് മഹത്വം പാടുന്നതാണ്. ഐശ്വര്യങ്ങൾ കൊണ്ട് സമ്പാദ്യങ്ങൾ കൊണ്ട് സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സ്വന്തമാരാക്കി ആ ഭാഗ്യമുള്ളതുപോലെ കടകളുടെ ഭാഗങ്ങളും ക്ഷമിക്കുകയും ചെയ്യും. കർത്താവിനെ ഏറ്റു പറഞ്ഞ കടനയോടെ നിങ്ങളും സ്വർഗ്ഗരാജ്യ അവകാശികളായിരിക്കുക. നാം എല്ലാവരുടെയും മനുഷ്യരുടെ പാപനിക്കാരെ പ്രാപിക്കുന്നു. ഇസ്രായേലിൽ കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിൽ ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പരിശുദ്ധ സ്തുതികരേക്കാം ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.